എന്തൊരു എന്തു എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലേ. ഒന്ന് നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് അറിയാൻ പറ്റിയ കുറേ വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ നാണമില്ലാത്തവന്മാരോട്ട് പറയാതിരിക്കാൻ പറ്റില്ല. നാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് നാട്ടിൽ അത്യാവശ്യം പണിയെടുത്ത് ജീവിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അവന് കുറച്ച് സ്ഥലവും ഒരു വീടും വേറെ ബാധ്യതകളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റിയ നാട്, നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയ നാട്. അതിനിടയിൽ കുറേ മതവും വർഗീയതയും അതും ഇതും എല്ലാം കൂടെ കയറിയിട്ട് അത് അതിനകത്ത് അതിനെയൊക്കെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കുറേ രാഷ്ട്രീയക്കാരും അതിനകത്ത് താളം തുള്ളുന്നു കുറേ വിവരമില്ലാത്ത മരക്കഴുതുകളും. സത്യമായി രാഷ്ട്രീയക്കാർ പറയുന്നത് പൊതുജനം കഴുതയെന്ന് പറയുന്നത് എന്തൊക്കെയാ നമ്മൾ കഴിഞ്ഞ ഒരു ഇപ്പോഴത്തെ സർക്കാരിന് മുന്നേ ഉള്ള സർക്കാരിൽ നിന്ന് കേട്ടു തുടങ്ങിയതാണ്. എന്തൊക്കെയായിരുന്നു സോളാർ, പിന്നെ അവിടുന്ന് വന്നിട്ട് പിന്നെ സ്വർണം കടത്ത്, അതും മതഗ്രന്ഥങ്ങളും അങ്ങനെയുള്ളതും ഇതൊക്കെ ആയിട്ട് എന്തൊക്കെയായിരുന്നു സ്വർണ്ണക്കടത്ത്. എന്തൊക്കെയാണ് എന്തോരം ആൾക്കാർ അതിൻ്റെ അകത്തൊക്കെ കാശുണ്ടാക്കി. പക്ഷെ ഇതൊക്കെ ഇവർക്ക് ഉപകാരപ്പെടുന്നുണ്ടോ? ഒരു ഉപകാരപ്പെടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വന്നിട്ടത് നമ്മുടെ ശബരിമല അയ്യപ്പന് കുറേ ആൾക്കാർ കൊണ്ടുപോയി കുറേ പേർക്ക് കുറേ കാശുണ്ടാക്കി കഴിയുമ്പോൾ അവർ കൊണ്ടുപോയി ഭഗവാന് കൊണ്ടുപോയിട്ട് ഒരു കാണിക്കയായിട്ട് കൊണ്ടുപോയിക്കുന്ന സ്വർണം അത് മൊത്തം കടത്തി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങ് വന്നിട്ട് ഉള്ള അമ്പലങ്ങളുടെ മൊത്തം പ്രശ്നങ്ങൾ ഇതെല്ലാം കൊണ്ടുപോകുന്ന വിവരമില്ലാത്തവന്മാരായിരിക്കും ഇത് കൊണ്ടു കൊടുക്കുന്നത്. ശരിക്കും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ ആവശ്യമുള്ളത് അവൻ്റെ മനസ്സറിഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഭഗവാനോടുള്ള വിശ്വാസം മാത്രം മതി. അല്ലാതെ ഇത് കാശായിട്ട് കൊടുക്കണ്ടേ. എന്തോരം പാവങ്ങളുണ്ട്, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടാനെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നിട്ട് അടുത്ത ഓരോരുത്തരുടെ സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസം, അത് ഇത്. ഇതിനിടയിൽ സുരേഷ് ഗോപി അവിടെ കൊണ്ടു കൊടുത്ത കിരീടം, അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവും. ഈ സ്വർണ്ണക്കടത്തൊക്കെ കടത്തി കഴിയുമ്പോൾ വേണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന എന്തോരം നല്ല കാര്യങ്ങളുണ്ട്, മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന എന്തോരം നല്ല കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ സ്വന്തം കാശായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരുടെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. എന്താണേലും അത് ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ കണ്ടിന്യൂ ചെയ്തു പോയാൽ മതിയായിരുന്നു. പാവങ്ങൾക്ക് ബാധ്യതയില്ലാതെ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോയിട്ട് ഇവന്മാർ എന്തൊരു കാശാണ് ഉണ്ടാക്കുന്നത്. എന്തിന് ഇവന്മാരിങ്ങനെ കാശുണ്ടാക്കുന്നു? പാവപ്പെട്ട മനുഷ്യർ എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നു. ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പം ഒരാളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റുപിടിക്കാൻ ഒരു വിവരവും ബോധമില്ലാത്ത മനുഷ്യരായതുകൊണ്ടാണ്. നന്നായിട്ട് ഞാനിപ്പോൾ കേരളത്തിന് വെളിയിൽ വർക്ക് ചെയ്യുന്ന ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ കേരളത്തിന് വെളിയിലാണ്. കാരണം എന്താ, കേരളത്തിൽ ഇൻഡസ്ട്രി ഇല്ല. കേരളത്തിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഒരു ജോലി ചെയ്യാൻ ഒരവസ്ഥയില്ല. ഇനി അല്ല, സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിച്ചിരി വളർന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം അത് പൂട്ടിക്കും. എന്നിട്ട് അതിനൊത്ത് താളം തുള്ളാൻ കുറേ മനുഷ്യന്മാർ ഇപ്പം ഈ പഠിക്കുന്ന കോളേജിലുള്ള യൂത്ത് എന്ന് പറയുന്ന ഇവരത് മനസ്സിലാക്കണം. അവർ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ കാരണവന്മാർ മനസ്സിലാക്കണം. എന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിള്ളേരെ. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം ആവറേജ് ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ലെവലിൽ വർക്കിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്ന ഒരു നല്ല കമ്പനിയിൽ, ആവറേജ് നല്ല കമ്പനി വേണ്ട, ഒരു ലാലാ കമ്പനി, അതായത് ഒരു ആവറേജ് കമ്പനി, സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ പോലും ഒരു ശമ്പളം എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷനുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ശമ്പളം ഏറ്റവും കുറഞ്ഞത് ഒരു 25 രൂപ മുതൽ 30 രൂപ വരെ, 30,000 രൂപ വരെ മന്ത്ലി ശമ്പളം കിട്ടുന്ന രീതിയിൽ ചെയ്ത് അവൻ ആ വർക്കിൽ കണ്ടിന്യൂ ചെയ്ത് അവനവൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവനൊരു മാക്സിമം ഒരു 3-4 വർഷം കൊണ്ട് ഒരു മാസം 1,00,000 രൂപ ഏൺ ചെയ്യുന്ന രീതിയിൽ അവന് പുറത്ത് പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യാൻ പറ്റും. പോരാത്തതിന് ഈ എൻജിനീയറിങ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ക്യാമ്പസ് സെലക്ഷൻ, എനിക്ക് ഡയറക്റ്റ് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ക്യാമ്പസ് സെലക്ഷനിൽ കിട്ടി ജോലി ചെയ്യുന്ന പിള്ളേർക്ക് നല്ല കമ്പനികൾ ഓഫർ ചെയ്യുന്ന, അതായത് അത്രയും ഏണിങ് ഇല്ലാത്ത കമ്പനി ഉണ്ടാവും, നല്ല രീതിയിൽ ഏണിങ് ഉണ്ടാവുന്ന കമ്പനി, നല്ല പ്രോഫിറ്റിൽ പോകുന്ന ഒരുപാട് കമ്പനികളുണ്ട് ഇന്ത്യയിൽ.
അങ്ങനെയുള്ള കമ്പനികളിലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 8 ലക്ഷം രൂപയാണ് അവരുടെ വാർഷിക വരുമാനം. അതായത് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ. ഇനി IIT, IIM അവിടുന്ന് കഴിഞ്ഞിട്ട് ക്യാമ്പസ് സെലക്ഷൻ കിട്ടി വരുന്ന പിള്ളേർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് പാക്കേജ് 30 lakh ഇയർലി പാക്കേജ്, പ്ലസ് അഡീഷണൽ അലവൻസ്. ഈ പറയുന്ന ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സെലക്ഷനായി വരുന്നവർക്കും ഈ ഈ IIM കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ കൊടുക്കുന്ന ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 lakh പാക്കേജ് പ്ലസ് കമ്പനി ഫ്ലാറ്റ്, നല്ല ഒരു പോസ്റ്റ്, അതായത് മാനേജറിയൽ പോസ്റ്റിൽ അത് മാനേജ് ചെയ്യാൻ കഴിയുന്നവനാണെങ്കിൽ ഈ ഒരു 3-4 വർഷം കൊണ്ട് IIT, IIM കഴിഞ്ഞിട്ടുള്ള ആളുടെ ഒരു വർഷത്തെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 80 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരുടെ. അത് വിദ്യാഭ്യാസം ഉള്ളവൻ്റെ കാര്യം. വിദ്യാഭ്യാസം ഇല്ലാത്തവൻ അത്യാവശ്യം ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്, ഇന്നത്തെ കാലത്ത് അത്യാവശ്യം എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടല്ലോ, 10ാം ക്ലാസ്സും കഴിഞ്ഞ് +2 ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും വർക്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത് 25,000, 30,000 മുതൽ തുടങ്ങിയിട്ട് ഒരു 5 വർഷം 6 വർഷം കൊണ്ട് അവൻ ഏൺ ചെയ്യുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ലക്ഷത്തിൻ്റെ പാക്കേജ് ആയിരിക്കും. അത് മാസം 1 ലക്ഷം രൂപ വെച്ചിട്ട് ചെയ്യും. അങ്ങനെയുള്ള സാലറി കിട്ടുന്ന ഇന്ത്യയാണിപ്പോൾ ഇത്. ഇനി ഇന്ത്യയിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫ്രഷേഴ്സിന്, അതായത് വിദ്യാഭ്യാസം ഇല്ലാത്തവൻ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള മാനദണ്ഡം എന്ന് പറഞ്ഞാൽ വർക്ക് എക്സ്പീരിയൻസും വർക്ക് നോളജും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് പിടിച്ചിരിക്കാം. അന്നേരം കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഏറ്റവും കുറഞ്ഞത് 60,000 രൂപ 70,000 രൂപയ്ക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന സാലറി. ഈ സാലറി കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നാട്ടിൽ. അതിന് കാരണം ഈ രാഷ്ട്രീയക്കാരും ഇവർ അടിച്ചേൽപ്പിക്കുന്ന, ഗവൺമെൻറ് എന്നും പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്ന കുറേ കാര്യങ്ങളും വന്നു കഴിയുമ്പോഴത്തേക്കും പിടിച്ച് നിൽക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ. ആരെന്ത് ചെയ്തു കഴിഞ്ഞാലും പറ്റാതെ വരുന്ന അവസ്ഥ. സർക്കാർ ലോട്ടറി, നമ്മുടെ കേരള ഗവൺമെൻറ് ഇറക്കുന്ന ലോട്ടറി നല്ല കാര്യമാണ്, ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് സർക്കാർ അവരുടെ വയറ് നിറയ്ക്കാനും അവരെങ്ങനെ അതിൽ നിന്ന് കൈയിട്ട് വരാമെന്നും, ആ ചക്രക്കുളത്തിൽ കൈയിടുന്ന എല്ലാവരും വരുന്നുണ്ട്. തീയില്ലാതെ പുകയുണ്ടാവില്ല. ഈ പറയുന്ന എല്ലാ ആരോപണങ്ങളിലൊക്കെ എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ഒന്നുമല്ല ഇതല്ലേ. ആരെ എത്ര രീതിയിൽ നല്ല രീതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവന്മാരും ചക്രക്കുളത്തിൽ കൈയിട്ട എല്ലാവന്മാരും നക്കിയിട്ടുണ്ടാവും. അത് ഉറപ്പാണ്. അതിൻ്റെ ആ നക്കലും കയ്യിലും ഒട്ടിപ്പിടിച്ച ശർക്കരയുടെ അളവിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നേ ഉള്ളൂ. പക്ഷേ നക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവന്മാർ നല്ല രീതിയിൽ കഴിയുന്നുണ്ടാവും. അതിനു വേണ്ടി നടക്കുന്ന നാട്ടിലെ പട്ടിണി പാവങ്ങളുടെ കാര്യം. ഒരു കൂലിപ്പണിയെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കാര്യമൊന്നുമില്ല. കൂലിപ്പണിയെടുത്ത് ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സംഭവം നാട്ടിൽ എത്ര ഉണ്ടാക്കും. ആവറേജ് നാട്ടിലൊരു മനുഷ്യന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കണ്ടീഷനിൽ, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വീട് വേണം, അത്യാവശ്യം സ്ഥലം വേണം, അതിൻ്റെ അകത്ത് പിന്നെ വീട്ടിലെ കുടുംബങ്ങളെല്ലാവരുമായിട്ട് പോകാൻ ഒരു 4 വീലർ മസ്റ്റാണ്. ഒരു 2 വീലറെങ്കിലും ഇല്ലാത്ത വീടില്ല, ഒരു 4 വീലർ മസ്റ്റാണ്. എന്നിട്ട് ബാധ്യത ഉണ്ടാകരുത്. എന്നാലേ ഒരു കൂലിപ്പണി എടുക്കുന്നവനാണെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടെ കഴിഞ്ഞു പോവാണ്. നമ്മളൊക്കെ കാണുന്നതാണ് പുറത്തൊക്കെയുള്ള കമ്പനികളുടെ ടേൺ ഓവർ എന്താണ്, അവരൊക്കെ ഇയർലി അവരുടെ പാക്കേജ് എന്താണ്. ഇപ്പം ഈ സിനിമ ഫീൽഡിൽ അഭിനയിക്കുന്ന പുറത്തുള്ള വലിയ സ്റ്റാറുകൾ, അവർ ഒരു വർഷം അടയ്ക്കുന്ന ടാക്സ് തന്നെ 100 കോടി 300 കോടി രൂപയൊക്കെയാണ്. ചിന്തിക്കാൻ പറ്റുമോ? എന്നിട്ട് അതിനനുസരിച്ചിട്ട് ആന അപ്പിയിടുന്നത് കണ്ടിട്ട് ആട് കിടന്ന് മുക്കുന്ന രീതിയിലാണ് രാഷ്ട്രീയക്കാർ അവിടെ ഇവിടെയുള്ള സംഭവങ്ങൾ മൊത്തം ഇവന്മാർ സ്വന്തം കീശയിലാക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ അണികളായിട്ട് ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയുന്ന പാവപ്പെട്ട ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് 1 രൂപയുടെ ബെനിഫിറ്റ് ഉണ്ടോ? എന്തെങ്കിലും ഒരു സമരം വന്നു കഴിഞ്ഞാൽ പോയി തല്ലുകൊള്ളാനുള്ളതല്ലാതെ അതിന് വേണ്ടിയിട്ട് ഈ പോലീസുകാരുടെ അടിയും മേടിച്ച് അതും കൊണ്ട് ഞാൻ അവിടെ ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ? ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഇതാണ് അവസ്ഥ. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ
പരസ്പര വിശ്വാസമുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊരിയെടുക്കാം. വേറൊന്നും വേണ്ട. ഒരു അത്യാവശ്യം ഈ പറയുന്ന രീതിയിൽ, ഞാൻ ഈ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ശമ്പളം എടുക്കുന്നവൻ, എന്തെങ്കിലും കുടുംബപരമായിട്ട് സ്വത്തില്ലാത്തവൻ, പുതുതായിട്ടൊരു വീട് വയ്ക്കാൻ പോകുന്നവൻ, അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു വീട് ലോൺ എടുത്ത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന കാശ്, പിന്നെ ഉണ്ടാക്കുന്ന കാശ് മൊത്തം ലോൺ അടച്ച് തീർക്കാനേ പറ്റുള്ളൂ. 20 വർഷത്തേക്ക് 50 ലക്ഷം രൂപ ലോൺ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ 20 വർഷം കൊണ്ട് അവൻ അടച്ച് തീർക്കുന്ന ഏകദേശം 80 ലക്ഷം, 85 ലക്ഷം രൂപയായിരിക്കും. അതായത് നിങ്ങൾക്കൊരു കയറി കിടക്കാനൊരു വീടുണ്ടാക്കി എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങൾക്ക് കുടുംബമായി കഴിഞ്ഞ് കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ഭക്ഷണം മേടിച്ച് തിന്നേണ്ട കാശ് കൊടുത്തിട്ട് മറ്റുള്ളവരെ തീറ്റിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ്. എന്നിട്ട് ഈ കാശ് മുഴുവൻ ഉണ്ടാക്കിയേക്കണ ആരാ? മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയിട്ട് എന്തൊരു വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ആണ്. ഒരു 2000 പേര് 5000 രൂപ വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കോടി രൂപയാവും. അങ്ങനെ കഴിവുള്ളവന്മാരാണെന്നുണ്ടെങ്കിൽ 2000 പേര് ഒരു 50,000 രൂപ വെച്ചിട്ട് ഒരു മാസം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 പേർക്ക് 10 കോടി രൂപയാവും. ഈ 10 കോടി രൂപ കിട്ടുന്നതിൽ നിന്നും ആദ്യം കാശ് കിട്ടുന്നവർ, ഓക്കെ 10 കോടി വേണ്ട, 50 ലക്ഷം വെച്ചിട്ട് മുടക്കി ഒരാൾക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും 20 പേർക്കാവും. ഇതിൽ നിന്ന് ഒരാൾ ഈ കാശ് കിട്ടുന്നവർ 5 ലക്ഷം രൂപ വെച്ചിട്ട് അഡീഷണൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ 5000 രൂപ വെച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിശ്വാസത്തോടെ സഹകരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, അതാണ് ഈ നാട്ടിൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം സംഭവിച്ചേക്കണം അങ്ങനെയാണ്. അതായത് ഒരു കൂട്ടായ്മയിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഹിറ്റാവുന്ന സിനിമ തന്നെ ചെയ്യുന്ന ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ കൊണ്ട്, അങ്ങനെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ ചെയ്യാൻ, പരസ്പരം വിശ്വസിച്ച് സഹകരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ചെയ്യാൻ ആൾക്കാർ ചേരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഒരു രഘു PPO അങ്ങനെ കണ്ടോ പറഞ്ഞിട്ട്, പുള്ളി കണ്ടോ കൊറോണയുടെ സമയത്തെങ്ങാണ്ടോ 60 ലക്ഷം രൂപയ്ക്ക് വിറ്റ വീട് കൊറോണ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടക്കാൻ ക്യാഷ് ഇല്ലാതെ ബാങ്ക് ജപ്തി കൊണ്ടുപോയി. എന്തോരം പ്രോപ്പർട്ടിയെ ബാങ്കിൽ ജപ്തി ചെയ്തുകൊണ്ട് പോകണം. എന്ത് ചെയ്യും നിങ്ങൾ ഈ പ്രോപ്പർട്ടി മൊത്തം ജപ്തി ചെയ്തുകൊണ്ട് പോയിട്ട്? ബാങ്കുകാർ എന്ത് ചെയ്യും? പാവപ്പെട്ടവൻ പിന്നെ അതോ ഗതി. പിന്നെ അവൻ 60 ലക്ഷം മുടക്കി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരു ഏറ്റവും കുറഞ്ഞ ഒരു 2 വർഷമെങ്കിലും ലോൺ അടച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപ അടച്ചിട്ടുണ്ടോ അതിൻ്റെ അകത്തേക്ക്? ഒരു 10-12 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാഷും പോയി, അവൻ്റെ ഇതും പോയി, അവൻ്റെ സ്വപ്നവും പോയി, എല്ലാം പോയി. വീടും കുടുംബവും പെരുവഴിയിൽ, ഒന്നും നടക്കാൻ പോകുന്നില്ല. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 2000 പേര് വരുന്ന ഒരു 5000 രൂപ വെച്ചിട്ട് അങ്ങനെ പല കൂട്ടായ്മ ഉണ്ടാകട്ടെ. ഈ 2000 പേര് തമ്മിൽ പരസ്പര വിശ്വാസം ഉണ്ടായാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ചതിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകരുത്. അങ്ങനെ ഒന്നാമത് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും ടെക്നോളജി ഇത്രയും വലിയ രീതിയിൽ വളർന്നപ്പോൾ ഈ 2000 പേര് തമ്മിലുള്ള അതായത് ആ 2000 പേര് ഒരു കുടുംബമായിട്ട്, അത് ലാസ്റ്റത്തെ ഏറ്റവും അവസാനം കിട്ടുന്ന ആൾക്കും 1 കോടി രൂപ കിട്ടുന്ന രീതിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്ത് എടുത്തതിന് ശേഷം നിങ്ങൾ ആ തല്ലിപ്പിരിഞ്ഞ് വെക്കൂ, എന്നാലും വേണ്ടില്ല. ഇതിൻ്റെ അകത്ത് മനുഷ്യർക്ക് ഒരുമിച്ച് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ പറ്റുള്ളൂ. അല്ലാതെ ജീവിക്കുന്നവരുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇവരൊക്കെ എന്തോരം കഷ്ടപ്പെട്ടിട്ട് ഒരു ആയുസ് മുഴുവൻ കിടന്ന് പണിയെടുത്തിട്ട് പിന്നെ രക്ഷപ്പെട്ടു എന്ന് പറയും. അങ്ങനെ പറയുന്നതിൽ എന്താ കാര്യം? അവനവൻ ജീവിക്കുന്ന സമയത്ത് നന്നായിട്ട് ജീവിക്കാൻ പറ്റാതെ എന്ത് കാര്യം? ഞാൻ പറയുന്നത് കാശുള്ളവൻ്റെ കാര്യമാണ്. കാശുള്ളവൻ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം 1 ലക്ഷം രൂപ വെച്ചിട്ട് ശമ്പളം മേടിക്കുന്നവനാണെങ്കിൽ 50,000 രൂപ വെച്ച് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് പ്രയോറിറ്റി ഒക്കെ ആർക്കാണ് ഏറ്റവും വലിയ പ്രോബ്ലംസ് നോക്കിയിട്ട് 2000 പേര് ഒരുമിച്ച് കാണുമൊന്നും വേണ്ട, പരസ്പരം സംസാരിച്ച് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് എന്താ ഇമ്പോർട്ടൻസ് എന്നനുസരിച്ച് അതിനനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പം ഒരാൾക്ക് 1 കോടി രൂപയുടെ ആവശ്യം ഉണ്ടാവില്ല. ഒരാൾക്ക് ചിലപ്പം 10 ലക്ഷം രൂപയുടെ ഉണ്ടാവുള്ളൂ, 25 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടാവുള്ളൂ. ആ ബാധ്യത അങ്ങ് തീർത്തങ്ങ് കൊടുക്കുക.
തീർത്ത് കൊടുത്തിട്ട് നിങ്ങൾ തമ്മിൽ സഹകരണം ഇതുണ്ടാവണം. അതായത് ഒരാളെ പറ്റിക്കരുത്. അങ്ങനെയുള്ളൊരു വിശ്വാസമുണ്ട്. നിങ്ങളുടെ കുടുംബവും കൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ 2000 കുടുംബം രക്ഷപ്പെടും. ഞാനീ പറയുന്ന രീതിയിൽ ഈ 5000 രൂപ വെച്ചിട്ടിട്ട് 50,000 വെച്ചിട്ടുമ്പോഴത്തേക്ക് 200 മാസം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ പോകരുത്. ആദ്യം കാശ് കിട്ടുന്നവർ 5000 എന്നുള്ളത് കാശ് കൂടുതലിടുക. 1,00,000 രൂപ ഇടാൻ പറ്റുവാണെങ്കിൽ ഇടുക. 2,00,000 ഇടാൻ പറ്റുവാണെങ്കിൽ ഇടുക. കാരണം 1,00,00,000 രൂപ കയ്യിൽ കാശ് കിട്ടുന്നവന് തീർച്ചയായിട്ടും അവൻ്റെ ബാധ്യതയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അവൻ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കണം കുറച്ച് കാശ്. എന്നിട്ട് ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഇവൻ ആദ്യം മുടക്കിയവർക്ക് എത്രയാണോ കാശ് പോയേക്കണം, ആ കാശ് ഇവർക്ക് തിരിച്ചു വരിക. ആർക്കും ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാവരും 1,00,00,000 രൂപ മുടക്കും. 5000 രൂപ വെച്ചിട്ട് 2000 പ്രാവശ്യമായി കഴിയുമ്പോഴത്തേക്കും 1,00,00,000 രൂപ വെച്ചിട്ട് എല്ലാവർക്കും മുടക്കും വരും. ആ ഒരു രീതിയിൽ അത് തന്നെ ഈ KSFയും ചിട്ടിക്കാരും കമ്പനിക്കാരും എല്ലാം ചെയ്യുന്നത്. പക്ഷേ അവർ കമ്മീഷൻ, കോപ്പ്, മാങ്ങാത്തൊലി, അതിൻ്റെ പുറകെ അവരുടെ ഡോക്യുമെൻറ്റേഷൻ, അവർക്ക് ഇത് മോർട്ട്ഗേജ്, ഇതെല്ലാം കൂടെ വന്നിട്ട് പാവപ്പെട്ടവൻ്റെ തലക്കടിച്ച് വന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒന്നും ഒരാവശ്യവും വരില്ല. ഞാനീ പറയുന്ന രീതിയിൽ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ചെയ്തു നോക്കുക. അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം.